ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 12 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. യേശു ലോകത്തിൻ്റെ പ്രകാശം. യേശു ലോകത്തിൻ്റെ പ്രകാശം. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവനു ജീവൻ്റെ പ്രകാശം ഉണ്ടായിരിക്കും. അപ്പോൾ ഫരിസേയർ പറഞ്ഞു, നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല. യേശു പ്രതിവചിച്ചു, ഞാൻ തന്നെ എനിക്ക് സാക്ഷ്യം നൽകിയാലും എൻ്റെ സാക്ഷ്യം സത്യമാണ്. കാരണം ഞാൻ എവിടെ നിന്നു വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും എനിക്കറിയാം. എന്നാൽ ഞാൻ എവിടെ നിന്നു വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളുടെ വിധി മാനുഷികമാണ്. ഞാൻ ആരെയും വിധിക്കുന്നില്ല. ഞാൻ വിധിക്കുന്നുവെങ്കിൽ തന്നെ എൻ്റെ വിധി സത്യമാണ്. കാരണം ഞാൻ തനിച്ചല്ല, എന്നെ അയച്ച പിതാവും എന്നോട് കൂടെയുണ്ട്. രണ്ടുപേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. എന്നെക്കുറിച്ച് ഞാൻ തന്നെ സാക്ഷ്യം നൽകുന്നു, എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നു. അപ്പോൾ അവർ ചോദിച്ചു, നിന്റെ പിതാവ് എവിടെയാണ്? യേശു പറഞ്ഞു, നിങ്ങൾ എന്നെയാകട്ടെ എൻ്റെ പിതാവിനെ ആകട്ടെ അറിയുന്നില്ല. എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ദേവാലയത്തിൽ ഭണ്ഡാരസ്ഥലത്ത് പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇതെല്ലാം പറഞ്ഞത്. എന്നാൽ ആരും അവനെ പിടിച്ചില്ല, കാരണം അവൻ്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായിക്ക് സ്തുതി. വിശുദ്ധ ബൈബിളിൽ യേശു ഇപ്രകാരം പറയുന്നു, ഞാൻ എവിടെ നിന്ന് വന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നിങ്ങൾക്കറിയില്ല എന്ന് യേശു ശിഷ്യന്മാരോട് പറയുകയാണ്. പിന്നെ യേശു പറയുന്നു, നിങ്ങളുടെ വിധി മാനുഷികമാണ്. എന്നാൽ ഞാൻ ആരെയും വിധിക്കില്ല. നാം പരസ്പരം വിധിക്കാറുണ്ട്, കുറ്റപ്പെടുത്താറുണ്ട്. പക്ഷേ ഈശോ ആരെയും വിധിക്കുന്നില്ല. ഈശോ വിധിച്ചാൽ തന്നെ ആ വിധി സത്യമായിരിക്കും. ഈശോ എവിടെ നിന്ന് വന്നോ എങ്ങോട്ട് പോകുന്നുവെന്നോ ഈശോ പറയാണ്, നിങ്ങൾക്കറിയില്ല. യേശു പറയാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെയും എൻ്റെ പിതാവിനെയും നിങ്ങൾ അറിയില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്ന് യേശു സാക്ഷ്യപ്പെടുത്തുന്നു. ഈശോയുടെ ഈ വചനം ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നുള്ള ഈ വചനം, യേശു ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന ഈ സാക്ഷ്യപ്പെടുത്തൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ ഒരു സാക്ഷ്യമായിരിക്കട്ടെ. യേശുവാണ് നമ്മുടെ രക്ഷകനും നാഥനുമാണെന്ന് നാം ഉറക്കെ പ്രഖ്യാപിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക. യേശുവല്ലാതെ മറ്റാരും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന സത്യം നാം വിശ്വാസത്തോടെ ഏറ്റുപറയുക, വിശ്വാസത്തോടെ നാം ജീവിക്കുക. നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം ഒപ്പിയെടുക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ യേശു. ലോകത്തിൻ്റെ പ്രകാശമായ യേശുവിനോട് കൂടെ ആയിരിക്കുവാൻ നാം ഓരോരുത്തരും ഈ നോമ്പ് കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കുക. നമ്മുടെ തെറ്റുകളെല്ലാം പൊറുക്കണമേ എന്ന് ഈശോയോട് നാം പ്രാർത്ഥിക്കുക. ഇന്നത്തെ ഈ വചനം, യേശു ലോകത്തിൻ്റെ പ്രകാശമാണെന്നുള്ള ഈ വചനം നമുക്ക് നെഞ്ചോട് ചേർത്ത് പരിശുദ്ധ സുവിശേഷത്തിൽ അടിയുറച്ച് വിശ്വസിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.